ഹായ് ഫ്രണ്ട്സ്, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ദോശയാണ്. അതിൻ്റെ പേര് നീർദോശ. അതിനായിട്ട് നമ്മൾ 1 കപ്പ് അപ്പപ്പൊടിയാണ് എടുത്തു വച്ചേക്കണത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. ഇതിപ്പോൾ അപ്പത്തിനൊക്കെ കുഴച്ച് വെക്കാൻ നമ്മൾ മറന്നുപോയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് തലേദിവസം അരി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ചും ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യണത്. ഇതാണ് എളുപ്പം. ഈ പൊടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. വേണ്ടാത്തവർക്ക്, അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി എനിക്ക് 2-3 വർഷം മുമ്പ് ഷീബ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. താങ്ക് യു ഷീബ ചേച്ചി. രാമകൃഷ്ണനും പ്രത്യേകം താങ്ക്സ്. ഇവർ രണ്ടുപേരുമാണ് ഞാനിത് അറിയാനുള്ള കാരണം. എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഷീബ ചേച്ചി. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ല ലൂസായതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഫുള്ള് ഇരിക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മറിച്ചിടുകയാണ്. ചട്ടി നല്ല ചൂടായിരുന്നാലേ ഇതുപോലെ ഹോൾസ് വരുള്ളൂ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് 4ആക്കി മടക്കിയിട്ട് എടുത്ത് മാറ്റാം. അതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് സ്റ്റൂവിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.